ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാം. അപ്പം അതിന് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ കസ്റ്റാർഡ് പൗഡറും മതി. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആപ്പിളും അതേപോലെ മുന്തിരിയും നമുക്ക് ചെറുതായിട്ട് സ്ക്വയർ പീസസിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ചവ്വരി നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് പാനിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെക്കണം. അത് വറ്റിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് അത് ട്രാൻസ്പെറൻ്റ് ആവുന്നോടം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് അത് നമുക്ക് അരിച്ചെടുക്കാം. ചവ്വേരിയിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തണുപ്പിക്കാം. ആപ്പിളും മുന്തിരിയും അതേപോലെ പഴവും നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ചവ്വരി ഒരു ബോളിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കാം. നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡിലേക്കുള്ള കസ്റ്റാർഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ 2 ബോള് പാല് നമ്മൾ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് അത് തിളപ്പിക്കാൻ വെക്കാം. ഇനി നമ്മൾ ഒരു ചെറിയ ബൗളിലേക്ക് നമ്മൾ ഒരിച്ചിരി പാലും അതേപോലെ കസ്റ്റാർഡ് പൗഡർ ഒരു 3-4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടാൽ മതി. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും കസ്റ്റാർഡ് പൗഡർ ഇടുക. ഞങ്ങളിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂണാണ് ഇട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കട്ടയില്ലാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. പാലൊന്ന് തിളച്ച് വരാറായിട്ടുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അത്രയും മധുരം പഞ്ചസാര ഇടാം. ഞങ്ങളിപ്പോൾ ഇവിടെ 6 ടേബിൾ സ്പൂണാണ് നമ്മളിപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാര അലിയുന്നോടെ വരെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ബാറ്ററില്ലേ അത് നമ്മൾ തിളച്ച പാലിലേക്ക് ഒഴിച്ചിട്ട് ലേശം ഒഴിച്ചിട്ട് അത് കുറുകാതെ നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മുടെ കസ്റ്റാർഡിൻ്റെ ബാറ്റർ റെഡിയായി കഴിയുമ്പം നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടാറി കഴിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കുറുകി കട്ടയായിട്ടിരിക്കും. നമ്മുടെ ബാറ്റർ ഒന്ന് ചില്ലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്ലിംഗ് ഫിലിം വെച്ചിട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്രീസറിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. അതിൽ കൂടുതൽ ഇരുന്നാൽ പിന്നെ കട്ടയായി പോകും. നമ്മൾ നേരത്തെ എടുത്തു വെച്ച കസ്റ്റാർഡില്ലേ അതിനകത്തേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് ചവ്വരിയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാധനം ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇതേപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. എല്ലാവർക്കും ബൈ.